അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈബ്സ് വിത്ത് ഷാന. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൊച്ചു ഗാർഡൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ചെറുപ്പം തൊട്ടേ എനിക്ക് പഴങ്ങളെയും പച്ചക്കറികളെയും അതുപോലെ തന്നെ പൂക്കളെയും നല്ല ഇഷ്ടമാണ്. അന്ന് മുതൽ ഇന്ന് വരെ പരിപാലിച്ച് കൊണ്ട് നടന്ന ഒരു കൊച്ചു ഗാർഡനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഗാർഡനിൽ കാണിക്കുന്ന ഇനം സപ്പോട്ടയാണ് കേട്ടോ. ഞങ്ങൾ മലപ്പുറം ജില്ലക്കാർ ഇതിനെ സപ്പോട്ട എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരിലാണ് ഇത് അറിയപ്പെടുന്നത് എന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ചിക്കു എന്ന പേരിൽ ഇത് അറിയപ്പെടാറുണ്ട്. ഇത് ബഡ് ചെയ്ത ഒരു ഇനമാണ് കേട്ടോ. 2-3 കൊല്ലമായിട്ട് ഇത് നട്ടുപിടിപ്പിച്ചിട്ട് ഒരുപാട് കായ്ക്കറികൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ജ്യൂസ് അടിച്ചിട്ടും മറ്റും കഴിക്കാറുണ്ട്. നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ്. ഒരുപാട് പക്ഷികളും കൊണ്ടുപോകാറുണ്ട്. ഉമ്മ നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ. അധികം പൊക്കമില്ലാതെ നിലത്ത് രീതിയിൽ പന്തലിച്ചാണ് ഇത് വളർത്തിയിട്ടുള്ളത്. രണ്ടാമത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ബുർത്തുക്കാൽ അഥവാ മുസമ്പി എന്നെല്ലാം പറയുന്ന നാരങ്ങയാണ് കേട്ടോ. ഇത് ഞങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ട് ഏതാണ്ട് ഒരുപാട് കൊല്ലങ്ങളായി. ഇപ്പോൾ അടുത്താണ് ഇതിൽ കായ്ക്കനികൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുള്ളത്. ഇത് നല്ല പുളിയാണ്, പക്ഷേ ജ്യൂസ് അടിക്കാനും നമുക്ക് ലൈം അടിക്കാനൊക്കെ നല്ല ഉപകാരമുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ്. അപ്പോൾ അടുത്ത ഇനം നമ്മുടെ ചാമ്പക്കയാണ് കേട്ടോ. അച്ചാറിടാനും അതുപോലെ തന്നെ ഉപ്പ് ഉരുമി തിന്നാനൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ്. ധാരാളം ചാമ്പ ഉണ്ടായിരുന്നു. ഇപ്പോൾ പഴങ്ങൾ കുറവാണ്. ഞങ്ങൾ അച്ചാറിട്ടും മറ്റും നന്നായിട്ട് കഴിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ കാനലിലാണ്, കാരണം ഇത് നട്ടെടുത്തിട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു മുരടിപ്പ് വന്നിട്ടുണ്ട്. വളമ ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളെ വീട്ടിൽ നന്നായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് മൾബറി. ചെറുതാണെങ്കിലും നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിൽ പരിപാലന രീതിയും അതുപോലെ തന്നെ മൾബറിയുടെ പെട്ടെന്ന് നന്നായിട്ട് ഉണ്ടാകാനുള്ള ടിപ്സൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. മൾബറി നമ്മുടെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പ്രായമായവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നട്ടു വളർത്താൻ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലും തന്നെ നന്നായിട്ട് തൈകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് കാണിക്കുന്നത് അരിനെല്ലി മരമാണ് കേട്ടോ. ഒരുപാട് അരിനെല്ലിക്ക ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് അതിൽ അരിനെല്ലിയൊന്നുമില്ല. ഇത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ നന്നായിട്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പഴമായ നമ്മുടെ സ്വന്തം ചക്ക. ഇത് ഞങ്ങൾ ഇപ്പോൾ ചക്ക ഉണ്ടാവാൻ തുടങ്ങിയിട്ട് 2-3 കൊല്ലമായിട്ടുള്ളൂ. ഇത് പഴഞ്ചക്കയാണ് കേട്ടോ. നല്ല മധുരമുള്ള ചക്കയാണ്. അടുത്തത് കാണിക്കുന്നത് മുട്ടപ്പഴമാണ് കേട്ടോ. ഇതിൻ്റെ പേര് നിങ്ങളുടെ നാട്ടിലേക്ക് എന്ത് പേരിൽ അറിയപ്പെടുന്ന അറിയില്ല. അപ്പോൾ അത് കമൻറ്റ് ചെയ്യുക. ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു ഫ്രൂട്ടാണ്, പക്ഷേ ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് കേട്ടോ. മുട്ടപ്പഴം എന്ന് പേര് വരാനുള്ള കാരണം മുട്ടയുടെ അകത്തുള്ള മഞ്ഞ പോർഷൻ ഉണ്ടല്ലോ, അത് മുട്ടയുടെ അകം പോലെയാണ് ഈ ഫ്രൂട്ട് കാണാൻ. അതുകൊണ്ടാണ് ഈ പേര് വന്നത്. നല്ല ടേസ്റ്റുള്ളതാണ്. നമ്മൾ പാലൊക്കെ കൂട്ടി ജ്യൂസൊക്കെ അടിക്കാനാണെങ്കിൽ നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് കാണിക്കുന്നത് ഈനാമ്പയം, ചക്കപ്പയം എന്നൊക്കെയാണ് ഞങ്ങൾ പറയാറുള്ളത്. നിങ്ങളുടെ നാടുകളിൽ എന്താ പറയുക അറിയില്ല. അപ്പോൾ ഇതിൽ ഫ്രൂട്ടൊന്നുമില്ല, പക്ഷെ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട്. ഫ്രൂട്ട് വരാൻ ഒരുപാട് പൂ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള ചപ്പാണ് കേട്ടോ. ഇത് ഏത് തരം ചപ്പാണെന്നൊന്നും അറിയില്ല. നല്ല സ്മെല്ലാണ് ഇതിന്. നമ്മൾ ബിരിയാണിക്കും മറ്റൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇത് പുതിന ഇലയാണ് കേട്ടോ, നമ്മുടെ സ്വന്തം മീൻ്റെ ഇല. അപ്പോൾ ലൈം അടിക്കാനും മറ്റും യൂസ് ചെയ്യാറുണ്ട്. ഇത് കടയിൽ നിന്ന് കൊണ്ടുവന്ന തൈ എൻ്റെ അനിയത്തിയും അതുപോലെ തന്നെ ഉമ്മയും നട്ടുപിടിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പുതിനയില നന്നായിട്ടുണ്ടാകും. നമുക്ക് യൂസ് ചെയ്യാനൊക്കെ വീണ്ടും കടയിൽ നിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇത് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ഒരു കുപ്പിയുടെ വായ്ഭാഗം കട്ട് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ചട്ടി തന്നെ വേണമെന്നില്ല, നമുക്കിതൊക്കെ നട്ട് വളർത്താനേ ഇങ്ങനെ ചെയ്താലും മതി. കാണിക്കാൻ പോകുന്നത് കുറച്ച് പച്ചക്കറി ഐറ്റംസ് ആണ് കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് നട്ട് വളർത്തുന്നത് തന്നെയാണ്. ഇത് ചീരയാണ് കേട്ടോ. നല്ല പച്ച ചീരയാണ്. ഞങ്ങളിത് തന്നെയാണ് ഉപ്പേരി വെക്കാനൊക്കെ കറി വെക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ അടുക്കളത്തോട്ടത്തിൽ പ്രധാനമായിട്ടും വേണ്ട ഒന്നാണ് കറിവേപ്പില. അപ്പോൾ ഞങ്ങളത് വലിയ മരമുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയിൽ ചെറിയ തൈകളാണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക്
കറിവേപ്പില നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അത് എത്രത്തോളം അതിൽ മായമുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ വീട്ടിൽ നട്ടു വളർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം യൂസ്ഫുള്ളാണ്. പിന്നെ കാണിക്കുന്നത് മുളകാണ് കേട്ടോ. ഞങ്ങളിവിടെ ചീരാപ്പറങ്കി, ചീരമുളക് എന്നൊക്കെയാണ് ഈ മുളകിനെ പറയുക. നല്ല ചുവന്ന കളറിലാവും, നല്ല എരിവാണ്. നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് വെച്ച് ചമ്മന്തി ഉണ്ടാക്കിയാലൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് മലപ്പുറത്ത് അധികം കാണാറുണ്ട്. നിങ്ങളുടെ നാട്ടിലിതിൽ എന്ത് പേരിലാണ് അറിയപ്പെടാറുള്ളതെന്ന് അറിയില്ല. കാന്താരിയാണ് കേട്ടോ. നല്ല എരിവുള്ളൊരു ഐറ്റം മുളകാണിത്. അടുത്ത് വന്നിട്ടുള്ളത് റുമ്മാനാണ് കേട്ടോ, അതായത് ഉറുമാമ്പയം. ഇതിൻ്റെ തൈയാണ് ഞാൻ നട്ടു വളർത്തിയിട്ടുള്ളത്. ഇതുവരെ പൂവിടാറുണ്ട്, പക്ഷേ ഇതുവരെ കായ പിടിച്ചിട്ടില്ല. കായ പിടിക്കാൻ എന്താണ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ. പിന്നീട് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കുരുമുളകാണ്. ഇത് കുരുമുളക് ചെടി വളർത്തിയിട്ട് കുറച്ച് കുരുമുളക് ഉണ്ടായിട്ടുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായി വരുന്നുള്ളൂ. ഇത് ഞാനൊരു മരത്തിലേക്ക് പടർത്തി ഒരു കമ്പ് വെച്ച് കൊടുത്തൊക്കെയാണ് കേട്ടോ, പടരാൻ വേണ്ടിയിട്ട്. അടുത്തത് കാണിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ മുറിയൂട്ടി എന്നാണ് ഇതിനെ പറയുക. മുറിയൂട്ടി, മുറിപ്പച്ച എന്നൊക്കെ പറയും. ഇത് നല്ല വയലറ്റ് കളറ് വരുന്നൊരു ഇലയാണ്. നമ്മുടെ മുറിയൊക്കെ ഉണ്ടായാൽ, മുറിവ് പറ്റിയാൽ ഇതിൻ്റെ നീരെടുത്തിട്ട് വെച്ചാൽ പെട്ടെന്ന് ആ മുറി ഉണങ്ങും കേട്ടോ. എത്ര വലിയ മുറിയാണെങ്കിലും പെട്ടെന്ന് മാറിക്കിട്ടും. വീട്ടിൽ വളർത്തിയാൽ നമുക്ക് മുറിവൊക്കെ പറ്റിയാൽ പെട്ടെന്ന് ഇതിൻ്റെ ചാറെടുത്ത് വെച്ചാൽ ആ മുറിവ് പൂർണ്ണമായിട്ടും പെട്ടെന്ന് ഭേദമാവും. നമ്മൾ വീട്ടിൽ വളർത്തേണ്ട ഒരു മരുന്ന് ചെടിയും കൂടിയാണ് കേട്ടോ ഇത്. നല്ല ഉപകാരമുള്ള ചെടിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ എപ്പോഴും നമുക്കറിയാം കത്തി പറ്റി മറ്റൊക്കെ മുറിയാവും. അപ്പോൾ പെട്ടെന്ന് ഇത് യൂസ്ഫുൾ ആകും. അടുത്തത് കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ നാട്ടിൽ പനിക്കൂർക്ക ഇല, കഞ്ഞിക്കുടുക്കേൻ്റെ ഇല എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അറിയില്ല. നമ്മുടെ ചുമക്കും അതുപോലെ തന്നെ കഫക്കെട്ടിനൊക്കെ പറ്റുന്ന കുട്ടികൾക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന പനിക്കൂർക്കയുടെ ഇലയാണ്. ഇതുണ്ട്. പിന്നീട് കാണിക്കുന്നത് കറ്റാർവാഴയാണ് കേട്ടോ. ഈ കറ്റാർവാഴയുടെ ചുറ്റും നമ്മുടെ ഭൃംഗരാജ്, പഞ്ഞുണ്ണി എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. എണ്ണ കാച്ചാനും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ കൊടുക്കാം, അത് കണ്ട് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഗാർഡനിലുള്ള പഴങ്ങളും അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങളും പച്ചക്കറികളൊക്കെ. ഇനി പൂക്കളെ കളക്ഷൻ ഒരുപാടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വെച്ചിട്ടാണ്. വീഡിയോ ഒരുപാട് ലോങ് ആകാൻ കരുതിയിട്ടാണ്. പിന്നെ ഇവയൊക്കെ പരിപാലിക്കാൻ ഞങ്ങൾ അധിക സമയമൊന്നും എടുക്കാറില്ല. ഞാനും എൻ്റെ കുടുംബവും ചേർന്നാണ് വെള്ളവും വളവും ഒക്കെ നൽകുന്നത്. വളം എന്നൊക്കെ പറയുമ്പോൾ ജൈവവളങ്ങൾ തന്നെയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ജൈവവളങ്ങൾ, കരിയില, അതുപോലെ തന്നെ ചാണകപ്പൊടി, അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. നമുക്ക് ഇവയെ പരിപാലിക്കാൻ അധികം സമയമൊന്നും എടുക്കാറില്ല. പക്ഷേ ഇവയിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇവയെല്ലാം പരിപാലിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം അത് എത്രത്തോളം വലുതാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാനും കുടുംബവും അധിക സമയമൊന്നും ഇവയ്ക്ക് വേണ്ടി പരിപാലിക്കാറില്ല. എങ്കിലും കുറച്ച് സമയം ഇവയ്ക്ക് മാറ്റി വെക്കും. നല്ല വളവും അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശവും വെളിച്ചവും നല്ല വെള്ളവും കിട്ടിയാൽ നമ്മുടെ ഗാർഡൻ നല്ല രീതിയിൽ ഉണ്ടാകും. നമുക്ക് നമ്മുടെ ഗാർഡനിൽ നിന്ന് തന്നെ ഒരുപാട് മുതൽക്കൂട്ടുണ്ടാകും. നമ്മുടെ ഗാർഡൻ ടൂർ ഇഷ്ടമായാൽ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗാർഡന് ഒരുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരു പ്രചോദനമാവട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മുടെ പൂക്കളുടെ കളക്ഷൻസ് ഗാർഡൻ ടൂറിൽ കാണിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാവരും കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.